കൊടുങ്ങല്ലൂരിലെ ചേരമാൻ മസ്ജിദാണ് ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി. ഈ പള്ളി സ്ഥാപിച്ചതാരാണെന്നറിയാമോ? മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു എന്ന സഹാബിയാണ് കൊടുങ്ങല്ലൂരിലെ ചേരമാൻ ജുമാ മസ്ജിദ് നിർമ്മിച്ചത്. അദ്ദേഹം കേരളത്തിലെത്താനിടയായ സംഭവത്തെക്കുറിച്ച് ഒരു കഥയുണ്ട്. താരിഖു ഫിരിഷ്ത എന്ന ഗ്രന്ഥത്തിൽ ചരിത്രകാരനായ മുഹമ്മദ് ഖാസിം പറയുന്നു, കൊടുങ്ങല്ലൂർ ആസ്ഥാനമായി മലബാർ ഭരിച്ചിരുന്ന ചേരമാൻ പെരുമാൾ രാജാവ് ഒരിക്കൽ ചന്ദ്രൻ പിളർന്നത് സ്വന്തം കണ്ണുകൊണ്ട് നേരിട്ട് കാണുവാനിടയായി. ചന്ദ്രൻ പിളർന്ന സംഭവം കൂട്ടുകാർക്കറിയില്ലേ? രാജാവ് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറബികളിൽപ്പെട്ട മുഹമ്മദ് എന്ന പ്രവാചകൻ തന്റെ പ്രവാചകത്വത്തിന് തെളിവായി കാണിച്ചു കൊടുത്ത ഒരു മുഅ്ജിസത്താണ് അത് എന്ന് മനസ്സിലായി. അതിനെ തുടർന്ന് രാജാവിന് ആ പ്രവാചകനെ കാണുവാൻ ആഗ്രഹം ജനിക്കുകയും അദ്ദേഹം പരിശുദ്ധ മക്കയിലേക്ക് പുറപ്പെടുകയും ചെയ്തു. കുടുംബാംഗങ്ങളായ ഒരു സംഘത്തോടൊപ്പമാണ് അദ്ദേഹം മക്കയിലേക്ക് പോയത്. അവർ ഇസ്ലാം സ്വീകരിക്കുകയും കുറച്ചു ദിവസം അവിടെ താമസിച്ച് ഒരു സംഘം മുസ്ലിങ്ങളോടുകൂടി നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. ഇസ്ലാം സ്വീകരിച്ച ചേരമാൻ പെരുമാൾ രാജാവ് അന്ന് സ്വീകരിച്ച പേരെന്താണെന്ന് കൂട്ടുകാർക്കറിയാമോ? താജുദ്ദീൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. പക്ഷേ വഴിയിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. ഏത് സ്ഥലത്താണ് ചേരമാൻ പെരുമാൾ രാജാവ് മരണപ്പെട്ടത്? ളിഫാർ എന്ന സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹം മരണപ്പെട്ടത്. പക്ഷേ മരണപ്പെടും മുമ്പ് അദ്ദേഹം ചില കാര്യങ്ങൾ ചെയ്തിരുന്നു. തന്റെ കൂടെയുള്ള സംഘത്തോട് മലബാറിൽ പോയി ഇസ്ലാം മതം പ്രബോധനം ചെയ്യുവാൻ വസിയത്ത് ചെയ്തു. മാത്രവുമല്ല, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ മലബാറിലെ രാജാക്കന്മാർക്ക് ഒരു കത്ത് കൊടുത്തയക്കുകയും ചെയ്തു. ചേരമാൻ പെരുമാൾ രാജാവിന്റെ കത്തുകൊണ്ട് മലബാറിലെത്തിയ ആ സംഘമാണ് കേരളത്തിൽ ഇസ്ലാം പ്രബോധനം ചെയ്തത്. ആ സംഘത്തിൽപ്പെട്ട ആളായിരുന്നു മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു. ഈ കഥ ഇമാം സുഹ്റവർദിയുടെ റിഹ്ലത്തുൽ മുലൂക്ക്, അലി തൊബരിയുടെ ഫിർദൗസുൽ ഹിക്മ, കേരള പഴമ, കേരളോൽപത്തി തുടങ്ങിയ വിവിധ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാവുന്നതാണ്. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിന് പുറമെ മറ്റാരൊക്കെയാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നതെന്ന് കൂട്ടുകാർക്കറിയാമോ? അറിയില്ലെങ്കിൽ പറഞ്ഞു തരാം. ഷറഫ് ബിൻ മാലിക്, മാലിക് ബിൻ ഹബീബ് തുടങ്ങിയവരും അവരുടെ കുടുംബവുമായിരുന്നു ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഇവർ നേരെ വന്നത് കൊടുങ്ങല്ലൂരിലേക്കായിരുന്നു. കൊടുങ്ങല്ലൂരിലെത്തിയ സംഘത്തിൽ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു അവിടെ തന്നെ താമസിക്കുകയും അവിടെ ഒരു പള്ളി പണിയുകയും ചെയ്തു. അതാണ് ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയായ കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദ്. സംഘത്തിൽ ഉണ്ടായിരുന്ന മാലിക് ബിൻ ഹബീബും കുടുംബവും കൊല്ലത്തേക്ക് പോവുകയും അവിടെ ഒരു പള്ളി സ്ഥാപിക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം വടക്കൻ കേരളത്തിലെ ഏഴിമല, കാസർഗോഡ്, കർണാടകയിലെ ബഡ്കൽ, മംഗലാപുരം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ഇസ്ലാം പ്രബോധനം ചെയ്യുവാനായി പോയി. ഓരോ സ്ഥലങ്ങളിലും ഇസ്ലാം പ്രചരിപ്പിക്കുകയും അവിടെ പള്ളി നിർമ്മിക്കുകയുമായിരുന്നു അദ്ദേഹത്തിന്റെ ശൈലി. ചാലിയം, ധർമ്മടം, ശ്രീകണ്ഠപുരം, പന്തലായനി, മാടായി തുടങ്ങിയ സ്ഥലങ്ങളിലും പള്ളികൾ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രവാചകന്റെ കാലത്തു തന്നെ ഇസ്ലാം എത്തിയ കേരളത്തിലെ ചില സ്ഥലങ്ങളാണ് ഇവയൊക്കെ. വേറെയും സംഘങ്ങൾ കേരളത്തിൽ വന്ന് ഇസ്ലാം പ്രബോധനം നടത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറിലുള്ള നിലാമുറ്റം എന്ന സ്ഥലം. നിലാമുറ്റം മഖ്ബറ കണ്ടവരാരെങ്കിലും ഉണ്ടോ? നിലാമുറ്റം മഖ്ബറയിൽ സ്വഹാബിമാരുടെ ഖബറുകളുണ്ട്. ഈ ഖബറുകളിൽ ചിലതിന് ശിലാഫലകങ്ങളുണ്ട്. അവയിൽ ഉപയോഗിച്ചിരിക്കുന്നത് പുള്ളികളില്ലാത്ത അറബി ലിപിയാണ്. പുള്ളികളില്ലാത്ത അറബി ലിപി ഹിജ്റ 60 മുമ്പാണ് ഉപയോഗിച്ചിരുന്നത് എന്നതാണ് ചരിത്രം. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഹിജ്റ 60 മുമ്പ് സ്ഥാപിക്കപ്പെട്ട ഖബറുകളും ശിലാഫലകങ്ങളുമാണ് ഇരിക്കൂർ നിലാമുറ്റത്തുള്ളത് എന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ വിവിധ സംഘങ്ങൾ വിവിധ ഭാഗങ്ങളിലായി വിശുദ്ധ ഇസ്ലാം പ്രബോധനം ചെയ്യുകയും ഇസ്ലാം കേരളത്തിൽ വളരെ വേഗം വ്യാപിക്കുകയും ചെയ്തു.
അതിന് പ്രധാനമായും 2 കാരണങ്ങളാണ്. ഒന്നാമത്തെ കാരണം ഇസ്ലാമിന്റെ ആദർശ വിശുദ്ധിയാണ്. മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇസ്ലാം കളങ്കമില്ലാത്ത മറുപടി നൽകുന്നു. മാത്രമല്ല, മനുഷ്യരെ അവരുടെ വർണ്ണത്തിന്റെയോ വർഗത്തിന്റെയോ പേരിൽ വിഭജിക്കുന്നത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. കേരളത്തിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടായിരുന്ന കാലമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഒരു മോചന പ്രതീക്ഷയായിരുന്നു ആളുകൾക്ക്. പലതരത്തിലുള്ള വിവേചനങ്ങൾ നേരിട്ടിരുന്ന ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് ആകൃഷ്ടരാവാൻ അത് കാരണമായി. മറ്റൊരു കാരണം മതം പ്രബോധനം ചെയ്യാൻ വേണ്ടി ഇവിടേക്ക് വന്ന ആളുകളുടെ ജീവിതത്തോടുള്ള മതിപ്പായിരുന്നു. അവർ പുലർത്തുന്ന ആത്മാർത്ഥത അവരുടെ മാർഗം ശരിയാണ് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു. ഈ 2 ഘടകങ്ങളും കേരളത്തിൽ ഇസ്ലാം അതിവേഗം വളരുവാൻ കാരണമായി. പ്രവാചകരുടെ കാലത്തിന് തൊട്ടടുത്തു തന്നെ മുസ്ലിങ്ങളുടെ ഒരു രാജവംശം പോലും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഹിജ്റ 64-ലാണത്. ഏതാണ് ആ രാജവംശം എന്നറിയാമോ? അത് അറക്കൽ രാജവംശമാണ്. ചേരമാൻ പെരുമാളിന്റെ സഹോദരി ശ്രീദേവിയുടെ മകൻ മുഹമ്മദ് അലിയാണ് ഈ രാജകുടുംബത്തിന്റെ സ്ഥാപകൻ. ആദ്യം ധർമ്മടവും പിന്നെ കണ്ണൂരുമായിരുന്നു അതിന്റെ തലസ്ഥാനം. ഇന്നും കണ്ണൂരിൽ അറക്കൽ കുടുംബം ഉപയോഗിച്ച കെട്ടിടങ്ങളും അവയുടെ സ്മാരകങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഇസ്ലാം ഇങ്ങനെ വളർന്ന് ഹിജ്റ 700 ആയപ്പോഴേക്കും കൊടുങ്ങല്ലൂർ, കൊച്ചി, എടവനക്കാട്, പള്ളിപ്പുറം തുടങ്ങിയ നാടുകൾ തെക്കൻ കേരളത്തിലും മധ്യമലബാറിൽ ചാലിയം, കോഴിക്കോട്, താനൂർ, പരപ്പനങ്ങാടി, തിരൂരങ്ങാടി, പറവണ്ണ, പൊന്നാനി, വെളിയങ്കോട് തുടങ്ങിയ നാടുകളും ബഡ്ക്കൽ, മംഗലാപുരം, കാസർഗോഡ്, പഴയങ്ങാടി, നാദാപുരം, വളപട്ടണം, കണ്ണൂർ, ധർമ്മടം, ശ്രീകണ്ഠപുരം, കൊയിലാണ്ടി മുതലായ പ്രദേശങ്ങൾ വടക്കേ മലബാറിലും ഇസ്ലാമിക കേന്ദ്രങ്ങളായി മാറി. കേരളത്തിന്റെ അടുത്ത നാടായ കോരാമണ്ഡലിലേക്കും ഇസ്ലാം പ്രവേശിച്ചു. ഇത് സ്വഹാബത്തിന് ശേഷം വന്ന താബിഈകളിലും അവരുടെ പിൻഗാമികളിലും പെട്ട ഉലമാക്കളുടെയും മറ്റും കഠിനാധ്വാനം കൊണ്ടായിരുന്നു. അവരുടെ ശേഷം അവരിൽ നിന്നും ദീൻ പഠിച്ച ഉലമാക്കൾ കാലാകാലങ്ങളിൽ സമുദായത്തിന് നേതൃത്വം നൽകി വന്നു. അതുകൊണ്ട് കേരളത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്ത അതേ രീതിയിൽ ദീൻ യാതൊരു മാറ്റവുമില്ലാതെ നിലനിന്നു. മാത്രവുമല്ല, സ്വഹാബികൾക്ക് ശേഷം ഇവിടെ ദീൻ പ്രബോധനം ചെയ്ത പ്രമുഖരായ ഉലമാക്കൾ അശ്ശൈഖ് ഹുസൈൻ സുലാത്ത, അശ്ശൈഖ് ബദറുദ്ദീനുൽ മഅബരി, അശ്ശൈഖ് ഫഖ്റുദ്ദീൻ ഉസ്മാൻ, അശ്ശൈഖ് ശിഹാബുദ്ദീനുൽ കാസറൂനി, അശ്ശൈഖ് ഖസ്വീനി തുടങ്ങിയ ഉലമാക്കൾ കേരളത്തിൽ ഇങ്ങനെ ഇസ്ലാം നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചവരിൽ ചിലരാണ്. ഇസ്ലാം കേരളത്തിൽ വന്നതോടെ വലിയ സാമൂഹിക ഗുണങ്ങൾ അത് ഇവിടുത്തെ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. മാന്യമായ വേഷവിധാനം, മഹത്തായ ജീവിതശൈലി, എല്ലാത്തരം ജനങ്ങളെയും സ്നേഹിക്കുവാനുള്ള കഴിവ് തുടങ്ങിയവ അതിൽ ചിലതാണ്. ഇന്നും കേരളത്തിലെ മുസ്ലിങ്ങൾ സ്വരാജ്യ സ്നേഹം, മറ്റു മതവിഭാഗങ്ങളോടുള്ള ആദരവ്, സമൂഹത്തിൽ സമാധാനം നിലനിർത്താനുള്ള താല്പര്യം തുടങ്ങിയ മഹത്തായ ഗുണങ്ങൾ കാത്തുസൂക്ഷിക്കുന്നവരാണ്. ഈ ഗുണങ്ങൾ വളർത്തുന്നതിനും മതം യഥാർത്ഥ രീതിയിൽ തന്നെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിനും കേരളത്തിലെ ഉലമാക്കൾ ധാരാളം ദർസുകളും ഓത്തുപള്ളികളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇങ്ങനെ സ്ഥാപിച്ച പ്രധാനപ്പെട്ട പള്ളികളിൽ ഒന്നാണ് പൊന്നാനിയിലെ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ദർസ്. ഈ ദർസിനെ കുറിച്ചും അവർക്ക് ശേഷം നമുക്ക് ദീൻ പഠിപ്പിച്ചു തന്ന മഹാപണ്ഡിതന്മാരെ കുറിച്ചുമൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഉപകാരപ്പെടുന്ന കൂടുതൽ ഇസ്ലാമിക വീഡിയോകൾക്കായി സ്വാദ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. സ്വാദ് ലിസ്സിഗാർ.